Thank you, friends, for joining in this live. Thank you for watching. ഇവിടെ വീഡിയോ പലർക്കും കാണാൻ പറ്റുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട്. ഞാനത് ഫ്രണ്ട്സ് ഉള്ളിയാണ് ആ വീഡിയോ, അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ലിസ്റ്റ് ഇല്ലാത്തവർക്ക് കാണാൻ പറ്റാത്തത്. ഞാനത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കാഴ്ചക്കാരുടെ എണ്ണം കുറഞ്ഞ് ഇരിക്കുന്നത്. ഫ്രണ്ട്സ് ഉള്ളി ആയിട്ട് അത് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധ സുറിയാനി സഭയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇന്ന് ഈ PR വർക്കുകളുടെ ഒരു കാലമാണ്. എല്ലാം PR വർക്കാണ്. പരസ്യം കൊടുക്കുക, പ്രൊമോട്ട് ചെയ്യുക. ക്രിസ്തീയ ചരിത്രത്തിൽ ഒട്ടും തന്നെ സെൽഫ് പ്രൊമോട്ട് ചെയ്യാത്ത സഭാവിഭാഗമാണ് സുറിയാനി സഭ. അതുകൊണ്ട് തന്നെ പുറം ലോകത്തിന് ആ സഭയെ പറ്റി അധികം കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. പക്ഷേ കർത്താവായ യേശുക്രിസ്തു സംസാരിച്ച അതേ ഭാഷയിൽ ലിറ്റർജിയുള്ള, കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന അതേ ഭാഷയിൽ ഇന്നും പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ് സുറിയാനി സഭ. യഥാർത്ഥ സഭയുടെ വേരുകൾ അന്വേഷിച്ച് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ആ സഭയെ കാണാൻ പറ്റും നിങ്ങളുടെ യാത്രയിൽ. സുറിയാനി സഭയുടെ ലിറ്റർജിയില് ചെറിയ ഒരു ഭാഗം, ഒരു 5% താഴെ നമുക്ക് മലയാളത്തിൽ ലഭ്യമാണ്. ധാരാളം പ്രാർത്ഥനകൾ ഇനിയും തർജ്ജിമ ചെയ്യപ്പെടാനായിട്ട് ഉണ്ട്. തർജ്ജിമ ചെയ്യപ്പെടാതെ സുറിയാനി ഭാഷയിലും അറബി ഭാഷയിലുമായിട്ട് ഉണ്ട്. നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥനാ പുസ്തകങ്ങളിലൂടെ പോകുമ്പോൾ പലതരത്തിലുള്ള പ്രാർത്ഥനകളെ അവിടെ കാണാൻ പറ്റും. സദറാകൾ, അതിൽ ധാരാളം ദൈവശാസ്ത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. സദറ സത്യത്തിൽ ഒരു പ്രസംഗമാണ്. സദറ വായിക്കുന്നത് ശ്രദ്ധിക്കുമ്പോൾ അത് പ്രസംഗത്തിന്റെ ഒരനുഭവമാണ്. പലപ്പോഴും ഈ സുറിയാനി സഭയിലെ പള്ളികളിൽ പ്രസംഗങ്ങൾ കുറവാണ് എന്നൊരു പരാതിയുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ പെന്റക്കോസ്റ്റിലേക്കും കരിസ്മാറ്റിക്കിലേക്കും മറ്റിതര ഉണർവ് കൂട്ടായ്മകളിലേക്കും ശക്തി കൂട്ടായ്മയിലേക്കും ഒക്കെ പോയിട്ടുള്ളത്. ദൈവവചനത്തിന് പ്രാധാന്യമില്ല, പ്രസംഗമില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അത് തീർത്തും ശരിയല്ല. സഭയിലെ അംഗങ്ങളുടെ ആത്മീക ആരോഗ്യത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ തന്നെയാണ് ഈ സദറകൾ. പലപ്പോഴും പാശ്ചാത്യ സുവിശേഷത്തിന്റെ അതിപ്രസര നിമിത്തം പാശ്ചാത്യ കാഴ്ചപ്പാടുകളിലുള്ള പ്രസംഗങ്ങളാണ് പലപ്പോഴും നമ്മൾ സഭകളിൽ പോലും കേൾക്കുന്നത്. അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോകം അങ്ങനെയായിപ്പോയി. ഈ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് നമ്മുടെ സഭയുടെ കാഴ്ചപ്പാടിലുള്ള പ്രസംഗങ്ങൾ പറയാൻ പറ്റുന്നത്? സത്യത്തിൽ പ്രസംഗം പറയാൻ ഏറ്റവും എളുപ്പമുള്ള അനുഗ്രഹീതരായ വ്യക്തികൾ ഓർത്തഡോക്സ് സഭയിലാണുള്ളത്. പരിശുദ്ധ സുറിയാനി സഭയിലെ
ലിറ്റർജി ഉപയോഗിക്കുന്നവരാണ്. കാരണം അവർക്ക് പ്രസംഗം പ്രിപ്പയർ ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ഒട്ടും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ആ സെതറ എടുത്തു നോക്കിയാൽ അതിനകത്ത് പ്രസംഗങ്ങളുണ്ട്, പിന്നെ അതാത് ദിവസത്തെ ഏവൻഗേലിയൻ ഭാഗങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ദയവായി സെതറകളിലൂടെ സഞ്ചരിക്കുക. വലിയ ആശയങ്ങളെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, വലിയ ആശയങ്ങളെ. അതുപോലെ മറ്റ് പലതരത്തിലുള്ള പ്രാർത്ഥനകളെ കാണാം. കോലോകൾ, കുക്കിലിയോനുകൾ, എനിയോനാകൾ, യക്ബോകൾ, പിന്നെ പ്രുമിയോൻ സെതറ, ലുത്തിനിയ, ഇങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള പ്രാർത്ഥനകളെ പല വിഭാഗങ്ങളായിട്ട് എഴുതിയിട്ടുള്ളത് കാണാം. അതിലെ ഒരു വിഭാഗമാണ് കൂക്കോയോ എന്നൊരു വിഭാഗം കാണാൻ പറ്റും. കൂക്കോയോ എന്ന തലക്കെട്ടോടുകൂടെ ചില പാട്ടുകൾ കാണാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ കാണുന്ന ഒരു പാട്ടാണ് യജമാനൻ വരും അന്നേരം തുണർവുള്ളവരായി മുന്തിരിത്തോപ്പിൽ പണിയ. അതിന്റെ തലക്കെട്ട് നോക്കിയാൽ കൂക്കോയോ എന്നതാണ്. ഇപ്പൊ ഓരോരോ പാട്ടുകൾ ഇപ്പൊ മെമ്മറ കാണാൻ പറ്റും. മാർ അപ്രേമിന്റെ മെമ്മറ, അതാണ് ഞങ്ങൾക്കുള്ള കർത്താവെ ഞാനിഹ നിദ്ര ഒഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞാണ് മെമ്മറായ. കുക്കിലിയോൻ, നിന്നാൾ സ്തുതിയോട് രാജമകൾ ഹാലേലുയ്യ എന്ന് പറഞ്ഞാൽ അത് ആവർത്തിച്ച് പാടുന്ന ഗാനങ്ങളാണ്. അതിനിടയ്ക്ക് എപ്പോഴും ഈ ഹാലുയ്യ എന്ന് വരും, അത് റിപ്പീറ്റ് ചെയ്ത് പാടുന്നതാണ് കുക്കിലിയോൻ. ഇങ്ങനെ പല ടൈപ്പ് പ്രാർത്ഥനകളെ കാണാൻ പറ്റും. അപ്പൊ അതിൽ നമ്മള് കൂക്കോയോ എന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട പാട്ടുകളെ കാണാൻ പറ്റും. ഈ കൂക്കോയോ എന്ന് പറയുന്ന ഗീതം ഏത് ഇനത്തിൽപ്പെട്ടതാണ്? സത്യത്തിൽ കൂക്കോയോ എന്ന ആ വാക്കിന്റെ അർത്ഥം കുശവൻ എന്നാണ്, പോട്ടർ. മൺകല നിർമ്മാണം നടത്തുന്ന വ്യക്തിയാണ് കുശവൻ, പോട്ടർ എന്ന് വിളിക്കുന്നത്. അന്ത്യോക്യയിലെ കിഷീർ എന്ന പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു കുശവനാണ് ശിമയോൻ. ഈ കിഷീർ എന്ന സ്ഥലത്തെ മൺകല നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്ന ഈ ശിമയോൻ വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. തന്റെ ചക്രത്തിൽ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹം ഗീതങ്ങൾ ആലപിക്കുന്നത് പതിവായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ട് പാടിക്കൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ആ പാട്ടുകൾ കേട്ട് ആകൃഷ്ടരായ ഗ്രാമവാസികൾ അതിൽ പല പാട്ടുകളും മനപ്പാടമാക്കി അവരെല്ലാം പാടുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ പലതും ഇങ്ങനെ പുറത്തേക്ക് പ്രചരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ സെറൂഗിലെ യാക്കോബ്, സെറൂഗിലെ യാക്കോബ് എന്നാൽ സുറിയാനി സഭയുടെ കവിവരന്മാരിൽ പ്രമുഖനാണ്. സുറിയാനി സഭയുടെ കവിവരന്മാരിൽ പറയുന്നത് ഫ്ലൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വർഷം അദ്ദേഹത്തിന്റെ ദുഃഖ്രോനയുടെ 1500ാമത് വാർഷികം സഭ ആചരിച്ചു. 1500 വർഷമായി അദ്ദേഹം കാലം ചെയ്തിട്ട്. സെറൂഗിലെ യാക്കോബ് ദൈവശാസ്ത്ര വിശാരദനും കവിയുമായിരുന്നു. അപൂർവ വ്യക്തിത്വമാണ്. അതായത് തിയോളജിയന്മാരിലെ പോയറ്റുകളുടെ ഇടയിലെ തിയോളജിയനും എന്നാണ്. അതായത് കവികളുടെ ഇടയിലെ ദൈവശാസ്ത്രജ്ഞനും ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലെ കവിയുമായിരുന്നു സെറൂഗിലെ യാക്കോബ്. അപ്പൊ അത്രമാത്രം പ്രമുഖനായ ഒരു വ്യക്തിയാണ് സെറൂഗിലെ യാക്കോബ്. ഇപ്പൊ സെറൂഗിലെ യാക്കോബ് ഈ ശിമയോനെ കുറിച്ച് അറിഞ്ഞു. ഇങ്ങനെ ഒരു കുശവൻ അവിടെ പാട്ടുകൾ ചമയ്ക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പാട്ടുകൾ വളരെ പ്രചാരം കിട്ടുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് ഈ കിഷീറിലേക്ക് തന്റെ ഒരു പര്യടന വേളയിൽ ഈ കിഷീർ വഴി പോയി കിഷീർ ചെന്ന് ഈ കുശവന്റെ ആലയിൽ ചെന്നു, അദ്ദേഹത്തിന്റെ പണിശാലയിൽ ചെന്ന് കുശവൻ പാടുന്നൊക്കെ കേട്ടു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. അതിൽ പല ഗാനങ്ങളും അദ്ദേഹം പകർത്തി എഴുതിക്കൊണ്ട് പോയി.
പിന്നീട് അദ്ദേഹം അത് പാട്ടുകളൊക്കെ ഗ്രീക്ക് ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുകയും അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് ആയിരുന്ന സെവോറിയസിനെ അത് പാടി കേൾപ്പിക്കുകയും ചെയ്തു. AD 510 അദ്ദേഹം ഷെമയോൻ കൂക്കോയെ സന്ദർശിച്ചത്. AD 514 അദ്ദേഹം ഇത് അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് സെവറിയോസിനെ കേൾപ്പിച്ചു. അപ്പൊ സെവറിയോസും സാമാന്യം നല്ല പാട്ടുകൾ എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മാനിത്തോ നമ്മൾ വിശുദ്ധ കുർബാനയുടെ പ്രാരംഭമായിട്ട് ഉപയോഗിക്കുന്ന നിൻമാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ എന്നുള്ള പാട്ട്, ധാരാളം മാനിത്തോകളും ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് സെവറിയോസ്. അപ്പൊ അദ്ദേഹം ആ പാട്ടുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് അത്തരം കൂടുതൽ പാട്ടുകൾ എഴുതാൻ ഷെമയോൻ കൂക്കോയെ പ്രോത്സാഹിപ്പിക്കണം എന്ന് സെറൂഗിലെ യാക്കോബിനോട് പറഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെറൂഗിലെ യാക്കോബ് ഒരു കവിയാണ്, അതുപോലെ പാത്രിയർക്കീസ് ബാവായും ഒരു കവിയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ പാവപ്പെട്ട ഷെമയോൻ കൂക്കോയുടെ പാട്ടുകൾ അടിച്ചു മാറ്റണമെന്ന് തോന്നിയിട്ടില്ല. നമുക്കറിയാം പെന്തക്കോസ്ത് ലോകത്തിലെ പുകിലുകൾ പാട്ടുമോഷണമാണ്. ആരെങ്കിലും ഒരു പാട്ടുണ്ടാക്കിയാൽ ഒന്നാമത് ട്യൂണുകൾ മുഴുവൻ മോഷ്ടിക്കാണ്, പിന്നെ വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോഷ്ടിക്കാണ്. അതിന്റെ വഴക്കുകളൊക്കെ അവരുടെ പത്രങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാം പാട്ട് മോഷ്ടിച്ചേ എന്ന് പറഞ്ഞു. വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് മുട്ടം ഗീവറീസ്. അദ്ദേഹത്തിന്റെ മൊത്തം മോഷണമാണ് എന്ന് പറഞ്ഞ് ആരോപണം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പോപ്പുലർ ഗാനങ്ങളെല്ലാം ശരിക്കും എഴുതിയ ആളുകളുടെ അവകാശികളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആരോപണങ്ങൾ അതൊന്നും ആത്മീകരല്ല. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക, രണ്ട് കവികളാണ്. സെറൂഗിലെ യാക്കോബ് എന്നാൽ ഇത്ര മനോഹരമായ ഈ ഗീതങ്ങൾ തന്റെ പേരിൽ പ്രസിദ്ധീകരിക്കാമെന്ന് ചിന്തിച്ചില്ല. പാത്രിയർക്കീസ് ബാവയും അങ്ങനെ ചിന്തിച്ചില്ല. ഷെമയോൻ കൂക്കോയെ പ്രോത്സാഹിപ്പിച്ചു. കുശവനായ കൂക്കോയ്ക്ക് ഒരു ശമ്മാശുവട്ടം കൊടുക്കുവാനും കൽപ്പനയുണ്ടായി. ഈ കൂക്കോയുടെ ശിഷ്യന്മാരും പാട്ടുകൾ എഴുതുവാനും, ഈ കൂക്കോയുടെ ശിഷ്യന്മാരും ഗീതങ്ങൾ എഴുതുമായിരുന്നു. ആ ഗീതങ്ങളെ ഈ കൂക്കോയെ എന്നാണ് പറയുന്നത്. അത് പ്ലൂറലാണ്, ബഹുവചനത്തിലാണ്. കൂക്കോയെ എന്ന് പറയും. അപ്പൊ കൂക്കോയെ എന്ന് പറയുന്നത് ശിഷ്യന്മാരെഴുതിയ പാട്ടുകളും, കൂക്കോയോ എന്ന് പറയുന്നത് ഷെമയോൻ കൂക്കോയോ, അതുപോലെ സൈമൺ ദ പോട്ടർ രേഖപ്പെടുത്തിയതും ആണ്. സൈമൺ ദ പോട്ടർ അദ്ദേഹം രേഖപ്പെടുത്തിയതാണ് കൂക്കോയോ എന്നറിയപ്പെടുന്ന ഗാനങ്ങൾ. അപ്പൊ അതിലെ ഒരു കൂക്കോയാണ് നമ്മൾ ഇന്ന് പ്രാരംഭമായിട്ട് കേട്ടത്. മുറ്റുനീറ്റിൻ നോവന്നിൽ എന്ന ആ ഗാനം എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഗീതങ്ങൾ, എത്ര സമർത്ഥമായിട്ടാണ് ആ ഗീതങ്ങൾ ചമച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. നമുക്ക് ആ പാട്ടുകളെ നമുക്ക് ശ്രദ്ധിക്കാം.
നമ്മൾ കേൾക്കുന്ന മുറ്റും നീറ്റും നോവന്നിൽ യൗസേപ്പോട് ചൊന്നാൻ. ഇത് പരിശുദ്ധ അമ്മയുടെ ഒരു ഗീതമായിട്ടാണ്. യേശു കർത്താവിനെ പ്രസവിക്കുന്ന ആ സന്ദർഭത്തിൽ തൻ്റെ നിസ്സഹായ അവസ്ഥകളെ വിവരിക്കുന്നതായിട്ടാണ് ഈ ഗീതത്തിൽ നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം കൂടുതൽ മിഴിവോടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ഈ പാട്ടിന്റെ അർത്ഥം ചോദിച്ചു. അതുകൊണ്ടാണ് ഞാനിത് വിശദീകരിക്കുന്നത്. കാരണം ഇത് എല്ലാവർക്കും ഒരു കേൾവിയിൽ മനസ്സിലാകും എന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. ഈ പാട്ടിന് കൂടുതൽ വിശദീകരണം ആവശ്യമാണ് എന്ന് എനിക്ക് മനസ്സിലായതാണ്. അതുകൊണ്ടാണ് വളരെ ലളിതമായ ഗാനമാണ്. ഈ ഒരു വലിയ പണ്ഡിതനോ അല്ല അത്ര വലിയൊരു കവിയോ ഒന്നും ആയ ഒരു മനുഷ്യൻ എഴുതിയതല്ല. ഒരു സാധാരണ കുശവൻ എഴുതിയതാണ്. വളരെ ലളിതമായ വാക്കുകളിൽ വളരെ ലളിതമായ ആശയത്തിൽ പറയുകയാണ്. നമ്മൾ ആ പാട്ട് വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് നിങ്ങൾ കേൾക്കുക. അപ്പൊ അവിടെ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ പറയുകയാണ്, നിസ്സഹായസ്ഥ പറയുകയാണ്, ഇല്ല ഒരു പായും കട്ടിലും, ഒരു പായോ കട്ടിലോ പോലും ഇല്ല. പ്രസവത്തിന് സമയം എടുത്തിട്ട് ആ ഗുഹയിലേക്ക്. ഇതാണ് നമ്മുടെ സഭയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം. യേശു കർത്താവിനെ പരിശുദ്ധ അമ്മ എവിടെയാണ് പ്രസവിച്ചത്? നിങ്ങൾ പാശ്ചാത്യ സുവിശേഷങ്ങളിലും അവരുടെ അവതരണങ്ങളിലും ഒക്കെ പല കാര്യങ്ങളാണ്. പുൽക്കൂട്ടി കിടക്കുന്ന ഉണ്ണിയേശു. പക്ഷേ നമ്മുടെ സഭയുടെ പാരമ്പര്യം മാത്രമാണ് പറയുന്നത് പരിശുദ്ധ അമ്മ യേശു കർത്താവിനെ ഒരു ഗുഹയിലാണ് പ്രസവിച്ചത്. പിന്നീട് ആ ശിശുവിനെ എടുത്ത് കാലിത്തൊഴുത്തിൽ പുൽക്കൂട്ടിൽ കിടത്തുകയാണ് ഉണ്ടായത്. ബൈബിളിൽ അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അത് ഗുഹയിലാണ് എന്നുള്ള കൃത്യമായ അറിവ് സഭയുടെ പാരമ്പര്യത്തിൽ നിന്നാണ് കിട്ടുന്നത്. അതാണ് സുറിയാനി സഭയുടെ ശ്രേഷ്ഠതകളിലൊന്നാണ്. വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് കർത്താവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലുണ്ട്. അതുപോലെ 3 ജ്ഞാനികൾ യേശുവിനെ കാണാൻ വന്നു എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. 3 എന്നുള്ള കണക്ക് എവിടുന്നാ കിട്ടിയെന്ന് അറിയത്തില്ല. എന്നാൽ 3 ജ്ഞാനികളല്ല വന്നതെന്നും വന്ന ജ്ഞാനികളുടെ എണ്ണവും അവരുടെ പേരും ഒക്കെ സഭയുടെ പാരമ്പര്യത്തിലുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്രിസ്തുമസിന്റെ ലൈവിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കേൾക്കുകയാണ്, ഒരു പായില്ല, ഒരു തലയണയില്ല, ഇതാ ഈ ഗുഹയിൽ ഞാൻ പ്രസവത്തിന് വേണ്ടി ഒരുങ്ങുന്നു. അതാണ്. അപ്പൊ ഈ അർത്ഥം മനസ്സിലാക്കി പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഇനി അത് കേട്ടു നോക്കുക. Hallelujah.
ലോകപുരാതനനെ ഞാൻ ഗുഹയിൽ പ്രസവിച്ചു, അയ്യയ്യോ ജഗതി രക്ഷകനെ ഞാൻ പുൽക്കൂട്ടിൽ പാലിക്കുന്നു. എത്ര വലിയ കാര്യമാണ്. കാരണം താൻ പ്രസവിച്ചിരിക്കുന്നത് ആരെയാണ്, ഈ ജനിച്ചിരിക്കുന്ന ശിശു ആരാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ അവിടെ പറയുകയാണ്. അതാണ് അവിടെ. അതുകൊണ്ട് നിങ്ങൾ ഈ കുക്കോയോ കേൾക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ വലിപ്പം, ആ കർത്താവ്, അത് ഇതേക്കുറിച്ച് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലും കാണുന്നുണ്ട്. സർവചരാചരങ്ങളെയും പരിപാലിക്കുന്നവൻ ആ ബാലികയുടെ മടിയിൽ അടങ്ങിക്കിടന്നു എന്നുള്ള ഒരു വർണ്ണനയും നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെയാണ് അതിന്റെ ഏറ്റവും മനോഹരമായ അതിന്റെ രണ്ടാമത്തെ ഖണ്ഡിക പാടുകയാണ്. ഏറ്റവും മനോഹരമായ വർണ്ണനയാണ് അവിടെ നമ്മൾ കേൾക്കുന്നത്. ഭാഗികമായ ദൃഷ്ടാന്തങ്ങളാൽ പൂർവിക താതന്മാരോട് പ്രവാചകന്മാർ വഴിയായി സംസാരിച്ചു. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് ഈ ഗീതത്തിൽ ഈ കൂക്കോയ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, വെറും സാധാരണക്കാരനായ ഒരു മൺകല നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന ആ ശിമയോൻ കൂക്കോയോ എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വലിയ സത്യം, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും അംശമായും പിതാക്കന്മാരോട് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തു. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് ഇടപെടുന്നു. പുത്രൻ മുഖാന്തരമാണ് നമ്മോട് സംസാരിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു സത്യം ഇപ്പൊ നിങ്ങൾ നോക്കുക. അപ്പൊ AD 500 സൈമൺ കൂക്കോയോ എഴുതിയതാ. 2021-ാമത്തെ വർഷത്തിൽ വന്ന് നിൽക്കുന്ന കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് ഈ സത്യം മനസ്സിലാകുന്നില്ല. പഴയ നിയമത്തിലേത് ഭാഗികമായ വെളിപ്പാടുകളായിരുന്നു. ആരും ദൈവത്തെ കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനാണ് ദൈവത്തെ വെളിപ്പെടുത്തിയത്. അപ്പൊ ക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവത്തിനപ്പുറത്തുള്ള ഒരു ദൈവത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല, കൈക്കൊള്ളേണ്ട ആവശ്യമില്ല. അപ്പൊ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതല്ലാത്ത ബാക്കിയൊന്നും സത്യമല്ല. ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട സത്യത്തിന് വിരുദ്ധമായിട്ടുള്ളതിനെ തിരസ്കരിച്ചു കളയണം. അപ്പൊ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതാണ് സത്യം. ആ സത്യത്തിന് സാക്ഷി നിൽക്കുവാനാണ് താൻ വന്നതെന്ന് യേശു കർത്താവ് പറഞ്ഞു. ആ മഹത്തായ സത്യത്തെ തന്റെ കവിത്വസിദ്ധിയിലൂടെ
ഇതാ ഇമ്പകരമായ മൊഴികളാക്കി ഈ സൈമൺ കൂക്കോയെ നമുക്ക് തന്നിരിക്കുകയാണ്. സിനിമാ പാട്ടിന്റെ ട്യൂണ് മോഷ്ടിച്ചിട്ടൊന്നും അല്ല. കാരണം AD 500 ഈ അന്ത്യോക്യയിലെ ആ ചെറിയ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന അദ്ദേഹത്തിന് സിനിമ കാണാൻ പോകാനൊന്നുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടൊന്നും പോകാൻ ടിക്കറ്റും സിനിമാ തിയേറ്ററിലൊന്നും പോകാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുന്ന ആ പാട്ട് അവർ ആലപിച്ച അതേ ഈണത്തിലാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോ ഭാഗികമായ ദൃഷ്ടാന്തത്താൽ പൂർവിക താതരോട് അവർ പ്രവാചകന്മാരിലൂടെ ഭാഗികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് സംസാരിച്ചത്. എന്നാൽ നമ്മോട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സംസാരിച്ചു. അവകാശിയാണ് അവൻ സകലത്തിന്റെയും. എബ്രായലേഖനം 1 നിങ്ങൾ വായിക്കണം. അവൻ സർവത്തിനും അവകാശിയാണ്, സകലത്തിനും കാരണഭൂതനാണ്. തന്റെ ശക്തിയുള്ള വചനത്താൽ അവൻ സകലത്തെയും വഹിക്കുന്നവനാണ്. അവൻ തത്വത്തിന്റെ പ്രഭയും തേജസ്സിന്റെ മുദ്രയുമാണ്. അവൻ സകലത്തിന്റെയും അവകാശിയാണ്. അപ്പൊ സകലത്തിന്റെയും അവകാശിയായ അവനിലൂടെ തന്നെയാണ് സകലവും നിർമ്മിക്കപ്പെട്ടതും. അപ്പൊ സകലത്തിന്റെയും അവകാശി മാത്രമല്ല, അവൻ സകലത്തിന്റെയും നിർമ്മിതാവ് കൂടെയാണ്. അവൻ സകലത്തിന്റെയും നിർമ്മിതാവും അവകാശിയും മാത്രമല്ല, അവൻ സകലത്തിന്റെയും സംവാഹകനുമാണ്. അപ്പോ അവനാണ് സകലവും സൃഷ്ടിച്ചത്, അവനാണ് സകലത്തെയും വഹിക്കുന്നത്, താങ്ങി നിർത്തുന്നത്. അവൻ തന്നെയാണ് സകലത്തിന്റെയും അവകാശി. സകലവും അവനിൽ നിന്നാണ്, സകലതും അവൻ മുഖാന്തരമാണ്, സകലതും അവനിലേക്കാണ്. ഇത്രയും വലിയൊരു സത്യമാണ് ആ ലളിതമായ വരികളിൽ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അവകാശി അവൻ മൂലം നിർമ്മിതമാം ഈ ലോകം. അവകാശിയായ അവനിലൂടെയാണ് ഈ ലോകം നിർമ്മിക്കപ്പെട്ടത്. അപ്പൊ അവനെ എവിടെ പ്രസവിച്ചു? ബെയ്തലഹേം ഗുഹയിൽ ജാതം ചെയ്തോ നിവനല്ലോ. ബെയ്തലഹേമിലെ ഗുഹയിൽ ആ കന്യകയായ മറിയത്തിൽ നിന്ന് ജനിച്ചവൻ ഇവനാണ്. ആരാണ്? സകലത്തിന്റെയും അവകാശിയായവൻ, തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായവൻ, താൻ മുഖാന്തരം സകലതും നിർമ്മിക്കപ്പെട്ട് അവൻ. അപ്പൊ അവനെയാണ് പ്രസവിച്ചിരിക്കുന്നത് ബെയ്തലഹേം ഗുഹയിൽ എന്നുള്ള വലിയ ആ ദൈവശാസ്ത്ര ചിന്ത ഈ ഗീതത്തിനകത്ത് കൊണ്ടുവരികയാണ്. നമുക്ക് അവിടെ ആ ഭാഗം നിങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കാൻ പറ്റും. ബെയ്തലഹേം ഗുഹയിൽ ജാതം ചെയ്തോൻ അവനല്ലോ. ഈ സുറിയാനി സഭയുടെ ഒരു പ്രത്യേകത കൂടെ, നിങ്ങൾ മനസ്സിലാക്കുക. സുറിയാനി സഭയിൽ ഏറ്റവും കൂടുതൽ ആ ചർച്ച് ബോഡി വെറും സാധാരണക്കാരാണ്. ആ സഭയിലെ അംഗങ്ങളായിരുന്നവർ സാധാരണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന സാധാരണക്കാർ. അസാധാരണരായ ആളുകൾ, രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ആ സഭയിൽ അംഗങ്ങളായിട്ടുണ്ട്. സഭയിലെ രക്തസാക്ഷികളിൽ പലരും വലിയ ധനികരൊക്കെ ആയിരുന്നു. എങ്കിലും ആ ചർച്ച് ബോഡി പൊതുവെ സാധുക്കളായ ആളുകൾ, സാധാരണക്കാരായ ആളുകളെ കൊണ്ടാണ് നിറഞ്ഞിരുന്നത്. അപ്പൊ അവരുടെ ദൈവശാസ്ത്രവും ആ രീതിയിലായിരുന്നു. കൂടുതലും പാട്ടുകളിലൂടെ, ഗീതങ്ങളിലൂടെയാണ് അവർ ദൈവശാസ്ത്രത്തെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ലളിതമായിട്ടുള്ള പാട്ടുകളിലൂടെയൊക്കെ അവർ വലിയ സത്യങ്ങളെ ആവിഷ്കരിച്ചു. ഇന്നും സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിലും ഗീതങ്ങളിലുമാണ് ദൈവശാസ്ത്രങ്ങൾ ഉള്ളത്. അതുപോലെ സുറിയാനി സഭയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പരിശുദ്ധ അമ്മ, പരിശുദ്ധ മറിയം,
ഒരു സാധാരണ സ്ത്രീയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒരു രാജ്ഞിയായിട്ടോ ത്രൈലോക രാജ്ഞിയായിട്ടോ അല്ലെങ്കിൽ സർവാഭരണ വിഭൂഷിതയായിട്ട് രത്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്ന ഒരു മാതാവൊന്നുമല്ല. ഒരു സാധാരണ വസ്ത്രം ധരിച്ച ഒരു സാധാരണ കർഷക സ്ത്രീ. അതിലപ്പുറത്തുള്ള യാതൊരു പൊടിപ്പും തൊങ്ങലും ഒന്നും ചിത്രീകരണത്തിൽ നൽകുന്നില്ല. കാരണം അവരുടെ ആ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ജീവിതവുമായിട്ട് ആ പൊരുത്തപ്പെട്ടു പോകുന്ന തരത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് യാഥാർത്ഥ്യവുമായിട്ട് ഒത്തിരി അടുത്തു നിൽക്കുന്ന, അതായത് ഒറിജിനൽ സഭ എന്ന് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവരെ കേട്ടുള്ള അറിവിലാണ്. അപ്പൊ കേട്ടറിവനുസരിച്ച് ഒരു ദൈവമാകുമ്പോൾ ഒരു ഇതൊക്കെ വേണ്ടേ, പിന്നെ ആ ദൈവത്തിന്റെ മാതാവൊക്കെ ആകുമ്പോൾ കുറെ കൂടെ ഒരു, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കുറെ കൂടെ ഒരു ഗുമ്മു വരട്ടെ എന്നൊക്കെ ഓർത്ത് പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ പാരമ്പര്യമുള്ള ആ പരിശുദ്ധ അമ്മ ഏത് സഭയിലെ അംഗമായിരുന്നോ ആ സഭ ആണ് ഈ പരിശുദ്ധ സഭ. അതുകൊണ്ടാണ് അതേ പാരമ്പര്യം ഉള്ളപ്പോൾ ആ ലാളിത്യം, പരിശുദ്ധ അമ്മയെ അവതരിപ്പിക്കുമ്പോഴുള്ള ലാളിത്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കി പല ആളുകൾക്കും അങ്ങനെ അത് കൃത്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു മേന്മയായിട്ട്, ഒരു ശ്രേഷ്ഠതയായിട്ടാണ് ഞാൻ കാണുന്നത്. അവരുടെ കമ്മ്യൂണിറ്റി എപ്പോഴും ദരിദ്രരും ബലഹീനരും സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവരൊക്കെ ചേർന്നുള്ള ഒരു ചർച്ച് ബോഡിയായിരുന്നു. യേശു കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ മുക്കുവന്മാരും പലപ്പോഴും മുഖ്യധാരയിൽ നിലനിൽക്കുവാൻ കഴിയാത്തവരും വിദ്യാവിഹീനരും പഠിപ്പില്ലാത്തവരെന്നൊക്കെ തന്നെ അവരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പഠിപ്പില്ലാത്തവരും സാധാരണക്കാരും ആയിരുന്ന നമുക്ക് ദാവീദിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം. ദാവീദിന്റെ അടുത്ത് കടമുള്ളവരും ഞെരുക്കമുള്ളവരും പ്രയാസമുള്ളവരും പാവപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ദാവീദിനെ ഫോളോ ചെയ്തത്. അപ്പൊ ദാവീദിനെ പോലെ തന്നെയായിരുന്നു യേശു കർത്താവും. അതുപോലെ തന്നെ സാധാരണക്കാരുടേതായ ഒരു ചർച്ച് ബോഡി ആയിരുന്നു സുറിയാനി സഭയുടേത്. ഇന്നും അങ്ങനെയാണ്. ഇന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സുറിയാനി സഭ ഇവിടെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉള്ളിടത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ലോലിയസ്റ്റ് പീപ്പിളാണ്. അതിനോട് ഒരു മലയാളി അച്ഛനുണ്ട് ഈ ന്യൂയോർക്കിൽ. അപ്പൊ ഇവിടെ ഒരു സുറിയാനിക്കാരുടെ പള്ളിയിൽ അദ്ദേഹം പോയി കുറെ വർഷങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുന്നത്. കാരണം അവർക്ക് അച്ഛനൊന്നുമില്ല. അപ്പൊ നമ്മൾ ഒരേ വിശ്വാസമാണ്. ഈ സുറിയാനിക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ അഭയാർത്ഥികളായിട്ടും ഒക്കെ വന്നിട്ടുള്ള സിറിയയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അവര് നമ്മുടെ സെയിം വിശ്വാസമുള്ള സുറിയാനി സഭയിലെ അംഗങ്ങളാണ്. അപ്പൊ ഈ അച്ഛൻ അവിടെ പോയി, നമ്മുടെ മലയാളി ഓർത്തഡോക്സ് സഭയിലെ ഒരു അച്ഛനാണ്. അപ്പൊ ഈ സഭയിലെ അച്ഛനെ അവര് വിശുദ്ധ കുർബാന നടത്താൻ വേണ്ടി വിളിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം ഫ്രീ ആയിട്ടാണ് അവിടെ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട്. കാരണം ഈ അച്ഛന് കൊടുക്കാനൊന്നും അവരുടെ കാശൊന്നുമില്ല. അതൊക്കെ വളരെ ദരിദ്രരായ ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ ചെയ്ത് ജീവിക്കുന്നവർ. അമേരിക്കയിലെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ സ്റ്റിൽ ആ ഒരു ഗ്രേസ് ഓഫ് പോവർട്ടി എന്ന കത്തോലിക്ക സഭയുടെ ഒരു പഠനമൊക്കെ ഉണ്ട്. അങ്ങനെ ഇറ്റ്സ് എ ഗ്രേസ് ഓഫ് പോവർട്ടി. ഇപ്പൊ ദാരിദ്ര്യത്തിന്റെ ഒരു വരം നിങ്ങളിപ്പോ ആദ്യം കേൾക്കായിരിക്കും അല്ലെ, അങ്ങനെ ഒരു വരമുണ്ട്. അപ്പൊ ആ വരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഞാൻ ഭ്രാന്തനാണ്, ബാക്കിയുള്ളവരൊക്കെ സൂഹിക്കട്ടെ. നിങ്ങൾ ദാരിദ്ര്യത്തിൽ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദാരിദ്ര്യം വരമായിട്ടാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ശ്രേഷ്ഠമാണ്. വെറുതെ ദരിദ്രരാകുന്നുണ്ട്, അലസനത കൊണ്ട് ദരിദ്രരാകുന്നവരും ബോഷത്വം കൊണ്ട് ദരിദ്രരാകുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തിന്റെ സ്പെഷ്യൽ ഗ്രേസ് ആയിട്ട് ഒരു ദാരിദ്ര്യമുണ്ട്. യു ആർ ചോസൺ ഫോർ ദാറ്റ്. ഇനിയിപ്പോ നിങ്ങളുടെ അലസതയ്ക്കും നിങ്ങളുടെ ബോഷത്വത്തിനും എല്ലാം ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യം എടുത്തുകൊണ്ട് നടക്കരുത്. ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫോർ ഓൾ. പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ദൈവം നിങ്ങളോട് കൂടെ സംസാരിക്കാറുണ്ട്. ദൈവം നിങ്ങളോട് നടക്കാറുണ്ട്. നിങ്ങൾ ദൈവത്തെ അനുഭവിക്കാറുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം, വിശുദ്ധന്മാരുടെ സാന്നിധ്യം എല്ലാം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നിങ്ങൾ ഒരു ദാരിദ്ര്യത്തിലാണ്. ഒരു അബണ്ടൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല, ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് മുട്ടില്ല, മുടക്കമില്ല, നടക്കുന്നുണ്ട് അല്ലെ, ദൈവം പരിപാലിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ നിങ്ങൾ ദാരിദ്ര്യമാണ്. ദാറ്റ് ഈസ് ഗ്രേസ്. അത് ഒരു പോവർട്ടിയുടെ ഗ്രേസ് ആണ്. അത് ആ സുറിയാനി സഭയ്ക്കുണ്ട് ആദ്യകാലം മുതൽ. ഈ രണ്ട് ഞെരുക്കത്തിന്റെ ഒരു ഗ്രേസ് ഉണ്ട്, ദാരിദ്ര്യത്തിന്റെ ഗ്രേസും ഉണ്ട്. ആദ്യകാലം മുതൽ ഉപദ്രവിക്കപ്പെടുകയാണ്.
എല്ലാ വർഷവും രക്തസാക്ഷികളുണ്ടാണ്. ഈവൻ ഇപ്പോഴത്തെ പാത്രീർക്കീസ് ബാവയായിരിക്കുന്ന അപ്രയം കരീം പാത്രീർക്കീസ് ബാവയും അദ്ദേഹം അമേരിക്കയിലെ ഒരു ആർച്ച് ബിഷപ്പായിട്ട് അദ്ദേഹം ഒരിക്കലും പാത്രീർക്കീസ് ആകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ആളല്ല. ഇപ്പോഴത്തെ യാക്കോബായ പാത്രീർക്കീസ് അന്ത്യോക്യയിൽ പാത്രീർക്കീസ് ബാവയെ പറ്റി ഞാൻ പറയുന്നു. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാട്ടോ. ഇറ്റ്സ് എ ഗ്രേസ്ഫുൾ പേഴ്സൺ. ഈ അദ്ദേഹത്തെ കുറിച്ച് എന്നോട് ഒരാൾ പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഈ അടുത്ത കാലത്ത് കണ്ടു, നിങ്ങൾ കണ്ടു കാണും, ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോ ആണ്. അതായത് പാത്രീർക്കീസ് ബാവയാകുന്നതിന് മുമ്പ് നടത്തിയൊരു പ്രസംഗമാണ്. ആ പ്രസംഗം നിങ്ങൾ കാണുന്ന വീഡിയോ, അത് കഴിഞ്ഞ് പാത്രീർക്കീസ് ബാവയായി കഴിഞ്ഞുള്ള ഒരു വീഡിയോയും കൂടെ നിങ്ങൾ കാണും. അപ്പൊ നിങ്ങൾക്ക് അവിടെയാണ് ഈ ശരിക്കും ആ പട്ടത്വത്തിന്റെ ആ മാഹാത്മ്യം മനസ്സിലാകും. ഇറ്റ്സ് എ ഡ്രമാറ്റിക് ചേഞ്ച് ആണ്. വലിയ വ്യത്യാസമുണ്ട് ആ അപ്പിയറൻസിലും. അത് വേഷം മാറിയത് കൊണ്ടല്ല. ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അന്ന് ആ പട്ടം കൊടയ്ക്ക് നേരിട്ട് സാക്ഷ്യം വഹിച്ച ഒരാൾ എന്നോട് പറഞ്ഞതാ, അങ്ങോട്ട് കയറിയ ആളല്ല തിരിച്ചു വന്നപ്പം അത്ര ഭയന്നു പോകുന്ന വിധത്തിലുള്ള വ്യത്യാസമുണ്ടായി. കാരണം അതൊരു ഗ്രേസാണ്. അപ്പൊ ഇദ്ദേഹം പാത്രീർക്കീസ് ബാവയാകുമ്പോ ഇദ്ദേഹം ആയിരുന്നില്ല ആകേണ്ടത്, ആലപ്പുഴയിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്നു ആകേണ്ടത്. അതായത് അടുത്ത സഖാപ്രഥമൻ പാത്രീർക്കീസ് ബാവ കഴിഞ്ഞാൽ നെക്സ്റ്റ് പാത്രീർക്ക സ്ഥാനിയാകേണ്ട വ്യക്തി ആലപ്പുഴയിലെ ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹത്തെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിട്ട് ഇന്നും ഒരു വിവരവുമില്ല. പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് ഒരു അന്വേഷണ ഏജൻസി കണ്ടെത്തുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തെ കൊന്ന് വളരെ പീഡിപ്പിച്ചാണ്, അദ്ദേഹത്തെ ജീവനോടെ ഓരോ നഖവും കയ്യിലെ കാലിലെ ഓരോ നഖവും പിഴുതെടുത്ത് വേദനിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് കൊന്നതെന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ദാറ്റ് ഈസ് കൺഫേംഡ് റിപ്പോർട്ടാണ്. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ഒഫീഷ്യൽ. അപ്പൊ അതുകൊണ്ട് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമുക്ക് എത്ര ദയനീയമായിട്ടാണ് ആ സഭയുടെ ഏറ്റവും ടോപ്പ്, അതായത് അടുത്ത പരമാധികാരി ആകേണ്ട വിധത്തിൽ, അല്ലെങ്കിൽ നിയുക്ത പാത്രീർക്കീസ് ഒരു സ്ഥാനമില്ല എങ്കിൽ പോലും ആ പാത്രികാ സിംഹാസനത്തിന്റെ നെക്സ്റ്റ് കയറാൻ നിൽക്കുന്ന അത്ര ആ സഭയിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തി പോലും അതിദയനീയമായി, അതിമൃഗീയമായി, അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. അതിലെ അംഗങ്ങൾ, കാരണം രക്തസാക്ഷികൾക്ക് പഞ്ഞമില്ല, രക്തസാക്ഷികളാൽ സമൃദ്ധമായ സഭയാണ്. അത് ജോൺ പോൾ മാർപ്പാപ്പ അങ്ങനെ സഭയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്, രക്തസാക്ഷികളുടെ സഭ, ദ ചർച്ച് ഓഫ് മാർട്ടിയേഴ്സ്. അപ്പൊ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടാനുള്ള വരം അതെന്നാണ്? പണ്ടെങ്ങാണ്ട് ആരാണ്ട് പീഡിപ്പിക്കപ്പെട്ടു എന്നല്ല, 21-ാം നൂറ്റാണ്ടിലും പീഡിപ്പിക്കപ്പെടുന്നു, 21-ാം നൂറ്റാണ്ടിലും കൊല്ലപ്പെടുന്നു. നാൾ തോറും ഞങ്ങൾ കൊല്ലപ്പെടുന്നു. പൗലോസ് പറഞ്ഞ നാൾ തോറും ഞങ്ങൾ കൊല്ലപ്പെടുന്നു. എവരി ഡേ, ഡെയിലി ബേസിസ് കൊല്ലപ്പെടുന്നു. ഇതാണ് ട്രൂ ചർച്ച്. മാർക്ക് ഓഫ് എ ട്രൂ ചർച്ച് അത് ഈ രക്തസാക്ഷിത്വമാണ്. അത് ആ സഭയ്ക്കുണ്ട്. ഐ വാസ് ഇൻ എ തറോ സെർച്ച് ഫോർ ദ ട്രൂ ചർച്ച്. ട്രൂ ചർച്ചിനെ കണ്ടെത്തണം. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടപ്പോ മാർക്ക് ഓഫ് ട്രൂ ചർച്ച് മാർട്ടിയർഡമാണ്, രക്തസാക്ഷിത്വമാണ്. നിങ്ങൾക്ക് ട്രൂ ചർച്ചിൽ അംഗമായിരിക്കണമോ? രക്തസാക്ഷികളുള്ള സഭയിലായിരിക്കണം നിങ്ങൾ അംഗമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പെന്റക്കോസ്റ്റലിസം ഇറ്റ്സ് എ ഹൂളിഗാനിസം. അതൊരു ഭ്രാന്തന്മാരുടെ സഭയാണ്. 106 കൊല്ലമായി അവർ വലിയ സുവിശേഷം പറയുന്നു. ഇന്ന് വരെ ഒരു ആളും അവരുടെ വിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെട്ടിട്ടില്ല. കള്ളക്കടത്ത് നടത്തി ഒരുത്തം കൊല്ലപ്പെട്ടിട്ടുണ്ട്, അല്ല വിശ്വാസത്തിന് വേണ്ടി ആരും കൊല്ലപ്പെട്ടിട്ടില്ല. വിശ്വാസത്തിന് വേണ്ടി പണ്ടെങ്ങാണ്ട് ആരാണ്ട് കൊല്ലപ്പെട്ടെന്നല്ല, 21-ാം നൂറ്റാണ്ടിലും സിംഹാസനത്തിന്റെ അവകാശി വരെ കൊല്ലപ്പെടുന്ന ഒരു സഭ, അതാണ് സുറിയാനി സഭ. ഇതുപോലൊരു സഭയില്ല. കാരണം നമുക്കിത് ഇത്ര സഭയല്ലേ ലോകത്തുള്ളൂ. ലോകം ഇന്ന് ചെറുതായി. പണ്ടൊക്കെ വലുതായിരുന്നു, പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് ലോകത്തെ പറ്റിയോ ഒക്കെ പഠിക്കാൻ പ്രയാസമില്ല. ഇറ്റ്സ് എ ഗ്ലോബൽ വില്ലേജ്. അപ്പൊ ഈ ലോകത്തുള്ള സഭകളിൽ ഏറ്റവും കൃത്യമായി മാർക്കുള്ള ഗ്രേസ് ഓഫ് പോവർട്ടി. അപ്പൊ ചെറിയ ചെറിയ പള്ളികൾ വെക്കുക, അല്ലെങ്കിൽ ക്ലേശം, ദാരിദ്ര്യം, ഞെരുക്കം നിങ്ങളുടെ സഭയിൽ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അത് അനുഭവിക്കുന്നത് നിങ്ങൾക്കറിയാവോ? ബിക്കോസ് യു ആർ എ പാർട്ട് ഓഫ് ദ ട്രൂ ചർച്ച്. യു ബിലോങ് ടു ദാറ്റ് ട്രൂ ചർച്ച്. ആ യഥാർത്ഥ സഭയിലേക്ക് നിങ്ങൾ യോജിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ ഗ്രേസ് ഓഫ് പോവർട്ടി നിങ്ങളിലേക്ക് വരുന്നത്. ദാറ്റ് ഈസ് നോട്ട് എ കഴ്സ്.
അത് കോട്ടയത്തെ തങ്കു പറയുന്ന പോലെ ശാപമല്ല, അത് കർഷല്ല. ദാറ്റ്സ് എ ബ്ലെസ്സിങ്, ദാറ്റ്സ് ഗ്രേസ് ഓഫ് പോവർട്ടി. ആ ഗ്രേസ് ആണ് വരുന്നത്. ആ ഗ്രേസ് ആണ് ഈ പാട്ട് പാടുമ്പോ പരിശുദ്ധ അമ്മ പാടിയത്. ഞാൻ ആശ്രയഹീന, ഇല്ലൊരു പായും കട്ടിലുമീയുള്ളോ കീയുലകത്തിൽ ഞാൻ ആശ്രയഹീന. ഞാൻ ആശ്രയഹീനയായിട്ട് ഇരിക്കുകയാണ്, പക്ഷേ ഗ്രേസ് ഈസ് വിത്ത്. അവിടെയാണ് ആ സഭയുടെ ഒരു വിശുദ്ധ കുർബാനയിലോട്ട് പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ ദൈവ ചൈതന്യം എത്രമാത്രം നമ്മെ സ്പർശിക്കുന്നുണ്ട്. ഇത്രയും അത്ഭുതം, ഇത്രയും വലിയൊരു ദൈവസ്ഥാനം. കാരണം ഇത് മറക്കപ്പെട്ടിരിക്കുകയാണ്, ഇത് അധികം പേര് കാണുന്നില്ല. ബിക്കോസ് ദ ലിറ്റിൽ ഫ്ലോക്ക്, ചെറിയ ആട്ടും കൂട്ടും. എവിടെയാണ്? ചർച്ചിനകത്ത്. കർത്താവിന്റെ സഭ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ട് എല്ലാ അപ്പോസ്തലിക സഭകളുടെയും ആ കൂട്ടായ്മയായ ആ സഭ, ആ പരിശുദ്ധ സഭയിലേക്ക് നിങ്ങൾ നോക്ക്. ആ സഭയിൽ ഓരോരോ ആട്ടിൻപറ്റങ്ങളാണുള്ളത്. പക്ഷേ അതിനകത്ത് ഏറ്റവും ചെറിയ ആട്ടിൻപറ്റം, ദ ലിറ്റിൽ ഫ്ലോക്ക്, പെർസിക്യൂട്ടഡ് ഫ്ലോക്ക്, ദ പോവർട്ടി സ്ട്രൈക്കൺ ഫ്ലോക്ക്, ദാരിദ്ര്യം ബാധിക്കപ്പെട്ട, ദിവസവും കൊല്ലപ്പെടുന്ന, ഉപദ്രവിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന ലിറ്റിൽ ഫ്ലോക്ക്. ആ ലിറ്റിൽ ഫ്ലോക്കിനോട് പറയാണ്, ലിറ്റിൽ ഫ്ലോക്ക്, ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾക്ക് രാജ്യം നൽകാൻ പിതാവ് പ്രസാദിച്ചിരിക്കും. സുറിയാനി സഭയുടെ ശ്രേഷ്ഠം. കർത്താവായ ഈശോ മിശിഹ ഒരു ശിശുവിനെ എടുത്ത് ഇങ്ങനെ ഉയർത്തിയിട്ട് ഈ ശിശുവിനെ കൈക്കൊള്ളുന്നവനാണ് എന്നെ കൈക്കൊള്ളുക. ഇതുപോലൊരു ശിശു യേശു കർത്താവ് ഉയർത്തി എടുത്ത് കാണിച്ച ആ ശിശുവാണ് പിന്നീട് അന്ത്യോക്യയിലെ പാത്രിയർക്കീസായ ഇഗ്നാത്തിയോസ്. മൂന്നാമത്തെ പാത്രിയർക്കീസ് ഇഗ്നാത്തിയോസ് ന്യൂറോൻ. യേശു പറഞ്ഞതിനെ പരാഫ്രോയ്സ് ചെയ്ത എന്താണ്? ഇഗ്നാത്തിയോസിനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, ഇഗ്നാത്തിയോസിനെ സ്വീകരിക്കുന്നവനാണ് എന്നെ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുക. കർത്താവിന്റെ വചനത്തിനൊന്നും മാറ്റമൊന്നുമില്ല. ഇറ്റ്സ് എ ലിറ്റിൽ ഫ്ലോക്ക്. ഈ ചെറിയ സഭയാണ്. മേ ബി അത് പോവർട്ടി സ്ട്രൈക്കൺ ആയിരിക്കാം, പീഡിപ്പിക്കപ്പെടുന്നവരുടേതായിരിക്കാം, പ്രസക്തി ഇല്ലാത്തവരുടേതായിരിക്കാം. പക്ഷെ ഈ കൂക്കോയെ പോലെയൊക്കെയുള്ള ആ കുശവന്മാർ അല്ലെങ്കിൽ വെറും സാധാരണക്കാർ, അവരൊക്കെയാണ് ആ സഭയിലെ അംഗങ്ങളായിരുന്നത്. അവരിന്ന് സ്വർഗരാജ്യത്തിൽ ശ്രേഷ്ഠമായ നിരകളിൽ വിരാജിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ സഭയെ സംബന്ധിച്ച് ആ സഭയുടെ സ്വന്തമാണ്. മാമോദിസ കൊടുത്ത ആ സഭയാണ്, ശവസംസ്കാരം നടത്തിയ സഭയാണ്. ആ സഭയാണ് പരിശുദ്ധ അമ്മയുടെ ശരീരം സംവഹിക്കപ്പെട്ടു എന്നത് സാക്ഷ്യപ്പെടുത്തിയത്. ഇതൊക്കെ അടുത്ത കാലത്ത് ചില ആളുകൾ കണ്ടുപിടിച്ചാണെന്നൊക്കെ പറഞ്ഞ് ചിലർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അല്ല, ഇതെല്ലാം സഭയുടെ പ്രാർത്ഥനകളിലും രേഖകളിലും സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത്ര ശ്രേഷ്ഠമായ ഒരു സഭ. അപ്പൊ ആ ഈ കൂക്കോയോ എന്ന് പറഞ്ഞ, അപ്പൊ സൈമൺ കൂക്കോയുടെ ധാരാളം ഗാനങ്ങളുണ്ട്. അതെല്ലാം കൂക്കോയോ എന്ന തലക്കെട്ടിൽ. അതുകൊണ്ട് ഇനി നിങ്ങൾ പ്രാർത്ഥനാ പുസ്തകം തുറക്കുമ്പോൾ ഇങ്ങനെ തുറന്ന് കൂക്കോയോ എന്ന് കാണുമ്പോൾ അതെന്തോ ഒരു കോഡ് ഭാഷയാണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനോമുഖരത്തിലേക്ക് വരട്ടെ. അന്ത്യോക്യയിലെ കിഷി എന്ന ഗ്രാമത്തിലേക്ക് മനസ്സുകൊണ്ടൊരു സഞ്ചാരം. അവിടുത്തെ ആ ചെറിയ ആ ഓലക്കുടിലില് ഉള്ള ആ മൺപാത്ര നിർമ്മാണശാലയില് ആ ചക്രത്തിൽ മണ്ണ് കുഴച്ച് പാത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ ശെമയോൻ കൂക്കോയോ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, ആ പാത്ര നിർമ്മാണത്തിൽ സഹായിക്കുന്നവർ, ഇദ്ദേഹം പാടുമ്പോൾ അത് ഏറ്റുപാടുന്നവർ, ആ പാട്ടുകൾ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക്, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സഞ്ചരിച്ച് അത് ആദ്യം ഗ്രീക്ക് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടെങ്കിൽ ഇന്ന് മലയാളത്തിലേക്ക് വരെ മൊഴിമാറ്റം ചെയ്യപ്പെട്ട് നമുക്കും ലഭിച്ചിരിക്കുകയാണ്. തലമുറകളിലൂടെ, തലമുറകളുടെ ഇടനാഴികളിലൂടെ പ്രതിധ്വനിക്കപ്പെട്ട സ്വർഗത്തിലും മുഴങ്ങുന്നുണ്ട് ആ ഗീതം. ഞാൻ ചിന്തിക്കുന്ന ഒരുപക്ഷെ കർത്താവ് പറയുമായിരിക്കും, കുക്കോയോ നീ ഒരു പാട്ട് പാട്. സ്വർഗത്തിലും കുക്കോയോ പാടുമായിരിക്കും ഈ പാട്ട്. നിൻമുറിവുകളിന്നേറ്റേൻ മൂറോ മണമെന്നാഥ. കർത്താവേ, നിന്റെ മുറിവുകളിൽ നിന്ന് ആ മൂറിന്റെ സുഗന്ധം ഞാൻ അനുഭവിക്കുകയാണ്. ഉത്തമഗീതത്തിലെ നായിക നായകന്റെ കയ്യിൽ തഴുതുപിടികളിൽ പിടിച്ചപ്പോൾ അകിലും മൂറും സുഗന്ധം പൊഴിക്കുന്ന ആ സുഗന്ധം അവളെ എഴുന്നേൽപ്പിച്ചതുപോലെ
കർത്താവെ, നിന്റെ മുറിവുകളിൽ നിന്നുള്ള മൂറിന്റെ വാസന എന്റെ അകത്തെ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുകയാണ്. പാപചിന്തകളിൽ നിന്ന്, അലസതകളിൽ നിന്ന്, ലോകത്തിന്റെ സ്വാധീനങ്ങളിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശപൂരിതമായ ദൈവപുത്രന്റെ രാജ്യത്തിലേക്ക് ഉണരുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന ആ മൂറിന്റെ സുഗന്ധം, അത് വരുന്ന ഉറവിടം എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോൾ അത് മറ്റൊരിടത്തുനിന്നുമല്ല, അത് നിന്റെ മുറിവുകളിൽ നിന്നാണ് ആ സുഗന്ധം വരുന്നത്. നോക്കൊരു കുശവന്റെ ഭാവനയാണ്. ഇപ്പൊ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴേക്കാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഓരോരുത്തര് തീ പോലെ ഇറങ്ങണമേ, അവനെ എടുത്ത് തോട്ടിലോട്ട് ഇടാൻ തോന്നുന്നു അല്ലേ? ഇത്രയും ശ്രേഷ്ഠമായ ഒരു സഭയുടെ അംഗങ്ങളാണ് നിങ്ങളായിരിക്കുന്നത്. അതിൽ അഭിമാനിക്കണം. അതാണ് ഞാൻ ഈ പറഞ്ഞത്. Lord.